ടു രജാൻ സംശയാറിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് ഐറ്റം വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ നമുക്ക് അടിപൊളിയായിട്ടൊരു പാർട്ടി വെയർ കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ. മെയിനായിട്ട് ഇതിൻ്റെ വർക്ക് കൊടുത്തേക്കുന്നത് ഈ ഒരു ബോർഡറിൽ മാത്രമാണ്. അപ്പോൾ ഇത് നോർമലി വരുന്ന സൈസ് വർക്കല്ല കേട്ടോ. നിങ്ങൾക്ക് നോക്കി അറിയാം, ഇതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് നോക്കി അറിയാം. അത്രയും ഹെവി ആയിട്ടുള്ള ഡിസൈനാണ്. ദുപ്പട്ടയിൽ മാത്രം അതാണ് ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയേക്കുന്നത്. ബാക്കി പ്ലെയിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് പക്ക ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ഇടുവാണെങ്കിൽ ഇത് ഇങ്ങനെയോ അല്ലെങ്കിൽ വൺ സൈഡോ തലയിലൊക്കെ ഇട്ടാലും നല്ല രസമായിരിക്കും കേട്ടോ. കാരണം അത്രയും നല്ല ഹെവി ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. നല്ല കറക്റ്റായിട്ട് കിടക്കുകയും ചെയ്യും. അത്രയും വർക്ക് ഇങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് അത് അവിടെ അടങ്ങി കിടന്നോളും. നമ്മുടെ സാധാരണ വരുന്ന വർക്കല്ല കേട്ടോ. ഇത്രയും ഈ ഒരു പോർഷനിൽ മാത്രം അത്രയും തിക്ക് വർക്കാണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ കേട്ടോ. നമുക്കിത് കളർ വരുന്നത് ഒരു ഡാർക്ക് റാണി പിങ്കിൻ്റെ ഷെയ്ഡാണ്. നല്ല ഡാർക്കായിട്ട് നിൽക്കുന്ന റാണി പിങ്ക് ടൈപ്പ് ഷെയ്ഡ്. നോർമൽ ടൈപ്പ് മജന്ത അല്ല കേട്ടോ. ഇതിൽ ചിലപ്പോൾ റെഡ് പോലെയൊക്കെ തോന്നിക്കുമായിരിക്കും, ചെറിയ വേരിയേഷൻ കാണും. പക്ഷേ മെയിനായിട്ട് ഈ ഒരു കളറിനെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു ടൈപ്പ് ഷെയ്ഡ്സ് കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ബോട്ടം വിത്ത് ലൈനിങ് ഉള്ള ഐറ്റമാണ്. ശരിക്കും പാർട്ടി വെയറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കേട്ടോ. ബട്ടൺ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. നമ്പർ A899, റേറ്റ് 1150 1150. ഇത് കളർ വരുന്നത് ഒരു ഡാർക്കർ ബ്ലൂ ഷെയ്ഡാട്ടോ. ഇതും അടിപൊളി കളർ, നമ്മൾ ചെയ്യിപ്പിച്ചെടുത്ത കളേഴ്സ് ആട്ടോ. ഇതിൻ്റെ റേറ്റ് കുറഞ്ഞ് ഞാൻ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് എനിക്ക് തോന്നുന്നു ഇത്രയും റേറ്റ് വരത്തില്ല. കാരണം അതിൻ്റെ ഭംഗിയായിട്ട് ഇത് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം ഈ ഒരു വർക്കിൻ്റെ ഫിനിഷിങ് അത് അല്ലാതെ തന്നെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും കേട്ടോ. നമുക്ക് തിന്നായിട്ട് വരുന്ന വർക്കുകളും ഇത്രയും ഹെവി ആയിട്ട് നമുക്ക് ആ ഒരു വർക്ക് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് ഇത് ഈ ഒരു വർക്കിൻ്റെ തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ തന്നെ റേറ്റ് കുറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടുമായിട്ടും ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ ഇതിന് റേറ്റ് കൂടുതലാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇതിലും റേറ്റ് കൂടുതൽ നമുക്ക് തോന്നിക്കും കേട്ടോ. ആ ഒരു 1500 റേഞ്ചിലൊക്കെ വന്നുകൊണ്ടിരുന്ന ആ ഒരു സെയിം പാറ്റേൺ ആണ് ഇപ്പോൾ ഒരു അടുത്ത ഷെയ്ഡ് വരുന്നത്. നല്ലൊരു മെറൂൺ ഷെയ്ഡായിട്ട് ഇങ്ങനെ ഓരോ കളറായിട്ട് നമുക്ക് കൊത്തിയാവും. അത്ര രസമായിട്ട് ആ വർക്ക് പോയേക്കുന്നത്. ഇതിങ്ങനെ കിടക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. എത്ര നല്ല സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഐറ്റമാണ്. ഇതിൻ്റെ നമ്പർ 7900, സെയിം റേറ്റ് ആണ് 1190. ബ്ലാക്ക് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തിപ്പിച്ചതിൻ്റെ അത് ബ്ലാക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പറഞ്ഞു തന്നെ നമ്മൾ ബ്ലാക്ക് എടുപ്പിച്ചതാണ്. നല്ല രസമായിട്ട് ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ആ ഒരു മൾട്ടി കളർ, അത് എല്ലാ കളേഴ്സിലും അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ബോട്ടം വിത്ത് ലൈനിങ് ഈ കൂടെ തന്നെയുണ്ട്. നമ്പർ A898, റേറ്റ് 1190. ലാസ്റ്റ് കളറാണ് കേട്ടോ. 6 കളേഴ്സുകളുണ്ട്. എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ്. ഇതൊരു ഡീപ്പ് ഒരു പർപ്പിൾ ഷെയ്ഡ് എന്ന് പറയാം. ഇതിൻ്റെ അകത്തും സെയിം തന്നെ ഡിസൈനാണ് കേട്ടോ. എല്ലാത്തിനും അത്രയും നല്ല ഡാർക്കർ ആ ഒരു ഷെയ്ഡ്സും അതിൻ്റെ കൂടെ തന്നെ ഇത്രയും വർക്ക് കൂടെ വരുമ്പോൾ നല്ല ഗ്രാൻഡാണ്. അപ്പോൾ ഇതിൽ ആ ഒരു ഇത് ചെയ്തെടുത്തേക്കുന്നതിനനുസരിച്ച് ഒരു പേപ്പറൊക്കെ അത് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കേട്ടോ. നമ്മൾ വാഷ് ചെയ്യുന്നത് അതങ്ങ് ബാലൻസ് പൊക്കോളും. എന്നാലും അത് കാണുമ്പോൾ അറിയാം റേറ്റ് കൂടിയ രീതിയിലാണ് ചെയ്തെടുത്തേക്കുന്നത് എന്നുള്ളത്. ബോട്ടം വിത്ത് ലൈനിങ് ആണ്. നമ്പർ A896, റേറ്റ് 1190.